എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൃഷ്ണമോള് സ്കൂളിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. റെഡിയായി വന്നിരുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ ബബിതയോട് ചോദിക്കുന്നുണ്ട്, നീ കോളേജിൽ പോകുന്നില്ലേ എന്ന്. അന്നേരം ഇല്ല, ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ, അതെന്താ, ഇവളെപ്പോലെ നിനക്കും പോയാലെന്താ കുഴപ്പം, ഇവളുടെ അത്രയും ധൈര്യം നിനക്കില്ലേ എന്ന് ചോദിക്കുമ്പം ബബിത പറയുവാണ്, ധൈര്യമല്ല, ഇവളുടെ അത്രയും തൊലിക്കെട്ടിയാണ് എനിക്കില്ലാത്തത് എന്ന്. അതിന് കൃഷ്ണമോള് പറയുന്നുണ്ട്, അങ്ങനെ പറയണ്ട, ഏറ്റവും കൂടുതൽ തൊലിക്കെട്ടി ആർക്കാണോ ഉള്ളതെന്ന് നമുക്ക് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ തർക്കമാകുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതിൻ്റെ പേരിൽ ഒരു തർക്കം വേണ്ട, ഏറ്റവും കൂടുതൽ തൊലിക്കെട്ടി എനിക്കാണ്, കാരണം നിങ്ങളെയൊക്കെ സഹിക്കുന്നില്ല, അത് തന്നെ എന്ന് പറയും. എന്നിട്ട് ബബിതയോട് പറയുന്നുണ്ട്, നീ കോളേജിൽ പോകാതിരുന്നാൽ നിൻ്റെ ഒരു വർഷമാണ് പോകുന്നത്, പഠിപ്പിൻ്റെ വില അറിയാത്തവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട്, ഞാൻ ഈ വർഷം ഏതായാലും പോകുന്നില്ല, അടുത്ത വർഷം വേറെ ഏതെങ്കിലും കോളേജിൽ ചേർന്ന് പഠിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പം ഇവിടെ ആർക്കും നിർബന്ധമൊന്നുമില്ല എന്ന് കൃഷ്ണമോള് പറയും. അന്നേരം ബബിത ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോടല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അച്ഛനോടാണ്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല, സ്കൂൾ പോലെയല്ല കോളേജ്, അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ട്രോളി കൊല്ലും എന്ന് പറയുവാണ്. പിന്നെ ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. കൃഷ്ണമോൾ ഭക്ഷണം കഴിച്ചങ്ങ് എഴുന്നേറ്റ് കഴിയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളുടെ കൂടെ ഞാനും കൂടി സ്കൂളിലോട്ട് വരാമെന്ന്. നേരം കൃഷ്ണമോൾ പറയും, വേണ്ട, അവിടെ വരുമ്പോൾ അച്ഛനെ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിത് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വരണ്ട എന്ന് പറയുമ്പം, അതൊന്നും സാരമില്ല, ഞാനും കൂടെ വന്നുണ്ട് മോളുടെ കൂടെ, അവിടെ വന്നു കഴിയുമ്പോൾ മോളുടെ കൂട്ടുകാരൊക്കെ മോളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് എനിക്ക് കാണണം, പിന്നെ ഹെഡ് മാസ്റ്ററെ കണ്ട് മോളുടെ കാര്യമൊക്കെ പറഞ്ഞേൽപ്പിക്കണം, എന്നിട്ടേ അച്ഛൻ തിരിച്ചു പോരുന്നുള്ളൂ എന്ന് പറയുമ്പം കൃഷ്ണമോൾക്കൊരു ആശ്വാസം, എങ്കിൽ കുഴപ്പമില്ല, അച്ഛൻ കൂടിയുണ്ട്, പിന്നെ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് കൈയൊക്കെ കഴുകി ബാഗൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങി പോരുവാണ്. ബാലേന്ദ്രൻ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട്, ആരെന്ത് പറഞ്ഞാലും പ്രതികരിക്കാൻ പോകണ്ട, ചെറിയൊരു പുഞ്ചിരി മാത്രം, അതിന് ഇരുതല മൂർച്ചയുള്ള വാളിനെ പോലും മടക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ആ ഒരു പുഞ്ചിരി മാത്രം മതി എന്ന് പറയുന്നത് കൃഷ്ണമോളുടെ മുഖത്തൊരു ചിരി വരും. അതെന്താ, ഇതുപോലെ അങ്ങ് ചിരിച്ചാൽ മതി, വേറെ ഒന്നും പ്രതികരിക്കാൻ പോകരുത് എന്ന് പറയും. അങ്ങനെ കൃഷ്ണമോള് വണ്ടിയിൽ കയറി പോകുന്നു. അലീനയോട് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ്. പോയതിന് ശേഷം അലീന അകത്തേക്ക് കയറി വരുന്നു. ഈ സമയം ശരണ്യെ കാണാനായിട്ട് ഒരു പാർട്ടി പ്രവർത്തകയാണെന്ന് തോന്നുന്നു ഒരു സ്ത്രീ വരുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടായിരുന്നു, ഞാൻ ശരണ്യെ ഒന്ന് കാണാൻ കൂടി ഇങ്ങോട്ടുകൂടെ വന്നതാണ് എന്നൊക്കെ പറയുമ്പം ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഓർമ്മയുണ്ട് എന്ന്. എന്നിട്ട് പറയുവാണ്, എന്നും അവളെ കാണാൻ വരുന്നവരുടെ തിരക്കാണ്, നമ്മുടെ നാട്ടിൽ ഇത്രയും പാർട്ടിയും സംഘടനകളൊക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും അവർ പറയുവാണ്, നമ്മുടെ നാട് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു നാടാണ്, അതുകൊണ്ട് എല്ലാവരും ഇങ്ങനൊരു സംഭവം നടന്നാൽ വരും, സഹായിക്കും, ആശ്വസിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അകത്തോട്ട് കയറി പോരുന്നത്. അവരുടെ സംസാരം കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരെയും കൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്തൊരു സാധനമായിരുന്നു എന്ന്. ഏതായാലും അവർ അകത്തോട്ട് കയറി ചെല്ലുന്ന സമയത്ത് ശരണ്യ പഠിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ ഒന്ന് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നേ. റൂമിലേക്ക് കയറി വരുമ്പം ഇത് കാണുമല്ലോ, അന്നേരം ചോദിക്കുവാണ്, നീ എന്തെടുക്കുമായിരുന്നു, പഠിക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് ചോദിക്കുമ്പം, എല്ലാം ഒന്ന് നോക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം അതിൻ്റെ ആവശ്യം എന്താ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇനി പഠിക്കണ്ട എന്ന് പറയും. അന്നേരം ശരണ്യയുടെ അച്ഛൻ ചോദിക്കും, അതെന്താ അവൾ പഠിക്കണ്ട എന്ന് പറഞ്ഞത്, അവൾക്കൊരു ജീവിതം വേണ്ടേ, ഒരു ജോലി വേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുവാണ്, എന്തിനു പഠിക്കണം, അവൾക്ക് ജോലി കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ, ഞങ്ങൾ ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പിന്നെ ഇനി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പം ശരണ്യയുടെ അച്ഛൻ ചോദിക്കും, എന്ത് ജോലിയാണ് എന്ന്. അന്നേരം അവർ പറയുവാണ്, ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ സ്വീപ്പർമാരെ വേണമല്ലോ, തൂത്തുവാരുന്നവരെ, ആ ജോലി ശരണ്യയ്ക്ക് കൊടുക്കാമെന്ന്. അന്നേരം അച്ഛൻ പറയുന്നുണ്ട്, അവൾക്ക് മെഡിസിന് ചേരണം, അങ്ങനെ പഠിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അവൾ എന്ന് പറയുമ്പം അവർ പറയുവാണ്, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ, ആ ജീവിതമൊന്നും ഇനി കിട്ടത്തില്ല, ഇവൾ അതിജീവിതയാണ്, 3-4 പേര് കൂടി പീഡിപ്പിച്ച ഒരു പെൺകുട്ടിയാണ് അവൾ, കേരളത്തിൻ്റെ കണ്ണീരാണ്, അതുകൊണ്ട് ഇനി ഈ അങ്ങനെയുള്ള ജീവിതമൊന്നും നടക്കുകയില്ല, അവൾ ഈ സഹതാപം എല്ലാവരിലും നിലർത്തിക്കൊണ്ട് ഈ വീടിനകത്തിരുന്നാൽ മാത്രമേ ഇവൾക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ പുറത്തിറങ്ങി അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ നാട്ടുകാരുടെയും ബാക്കിയുള്ളവരുടെയും എല്ലാം സഹതാപം നഷ്ടപ്പെടും. പിന്നീട് ആൾക്കാർ തന്നെ പറഞ്ഞു തുടങ്ങും, അവൾക്കൊരു പ്രശ്നവുമില്ല, അവളുടെ കൂട്ടുകാരികളുടെ കൂടെ തുള്ളിച്ചാടി നടക്കുന്നു, അവൾക്കൊരു പ്രശ്നവുമില്ല എന്ന് അവർ തന്നെ പറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് ആ സഹതാപം നഷ്ടപ്പെടുത്താതെ ഈ വീടിനുള്ളിൽ ഇവൾ ഇരിക്കണം എന്നിങ്ങനെ പറയുമ്പം ശരണ്യയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ മകൾക്ക് യാതൊരു സന്തോഷവും പാടില്ല എന്നാണോ പറയുന്നത് എന്ന്. എന്നിട്ട് അവർ പറയുവാണ്, അതിനെന്താ, സന്തോഷിക്കാലോ, ഈ വീടിനകത്തിരുന്ന് സന്തോഷിച്ചു, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവൾക്ക് നല്ലൊരു വീട് വയ്ക്കാൻ വേണ്ടി ബക്കറ്റ് വിരിവ് തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു തുക കിട്ടുമായിരിക്കും, പിന്നെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും നല്ലൊരു തുക നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതൊന്നും നിങ്ങളായിട്ട് നശിപ്പിച്ച് കളഞ്ഞേക്കരുത് എന്നൊക്കെ പറയുമ്പം ശരണ്യയുടെ അച്ഛൻ ചോദിക്കും, അതിന് ഞങ്ങൾ
എന്താ ചെയ്തേ, മോളെന്താ ചെയ്തേ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം അതൊക്കെ ഞാൻ അറിഞ്ഞു, ആ ശത്രുക്കളുടെ പാളയത്തിൽ നിന്നും ഒരുത്തി ഇവിടെ വന്ന് കയറി, എന്നിട്ട് നിങ്ങൾ അവളെ ശരണ്യെ കാണാൻ അനുവദിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ആ പെൺകുട്ടി ആ വീട്ടിലെ വേലക്കാരിയാണ് എന്ന് പറയും. അന്നേരം അവർ പറയുവാണ്, അവൾ അവിടുത്തെ വേലക്കാരിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവിടെ വന്ന് ശരണ്യെ കാണാൻ മുൻപരിചയമുണ്ടോ, അല്ലെങ്കിൽ ഒരു സമുദായമാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇവളുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പം അവൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തോ ഗൂഢ ലക്ഷ്യമുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇവിടെ വന്നത്. അവളെ അടുപ്പിക്കാൻ പാടില്ലായിരുന്നു, അതാണ് നിങ്ങൾ ചെയ്യേണ്ടിരുന്നത്. എന്നിട്ട് അവളുടെ കൂടെ പുറത്തു പോവുകയും അമ്പലത്തിൽ പോവുകയും ഒക്കെ ചെയ്തില്ലേ? ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത് എന്നൊക്കെ ഇവർ പറയുമ്പം ശരണ്യയുടെ അച്ഛൻ ആകെ കൺഫ്യൂഷനില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? എൻ്റെ മോൾ പുറത്തോട്ട് ഇറങ്ങരുത്, ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കും ഒരു ജീവിതം വേണ്ടേ എന്ന് ചോദിക്കും. പക്ഷെ അവർ സമ്മതിക്കത്തില്ല. ഒരു അതിജീവിതയായിട്ട് കരഞ്ഞ് സങ്കടപ്പെട്ട് ഒരു ദുഃഖത്തിൻ്റെ പ്രതീകമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കണം, അത് കാണണം ആൾക്കാർ എന്നാണ് ആ പെണ്ണുമ്പിള്ള പറയുന്നത്. അത് കഴിഞ്ഞ് ശരണ്യോട് പറയുന്നുണ്ട്, ഇനി മേലാൽ അലീന ഇവിടെ വരുമ്പം അവളോട് സംസാരിച്ചേക്കരുത്, അവളെ ഈ വീട്ടിനകത്ത് കയറ്റിയേക്കരുത്, അവൾ ശരണ്യെ സ്വാധീനിക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറയുമ്പം ശരണ്യയുടെ അച്ഛനും പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ വന്നിട്ട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, മോളെ ആശ്വസിപ്പിച്ചു, മോളെ ചേർത്ത് പിടിച്ചു, അവൾക്ക് സമാധാനം കൊടുത്തു, അത്രയും അവർ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പം വീണ്ടും ആ പെണ്ണുമ്പിള്ള പറയുവാണ്, വേറെ ലക്ഷ്യമൊക്കെ കാണും, അത് പതിയെ പുറകെ വരും, എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ആ രീതിയിലൊന്നും ആ പെങ്കൊച്ച് സംസാരിച്ചിട്ടില്ല എന്ന് പറയുവാണ്. അന്നേരം അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്, ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടില്ല എങ്കിൽ ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഞങ്ങൾ പോകും, പിന്നെ ആര് സഹായിക്കാൻ കാണിയല്ല എന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പം ഇവർക്ക് ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് പരിചയമില്ലാത്ത മനുഷ്യരായതുകൊണ്ട് ടെൻഷൻ ആവുമല്ലോ. അന്നേരം പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അന്നേരം ശരണ്യോട് പറയുവാണ്, ഇനി അവൾ വന്നാൽ മിണ്ടിയേക്കരുത്, അവളെ അടുപ്പിച്ചേക്കരുത് എന്നൊക്കെ. അന്നേരം ശരണ്യ പറയും, എനിക്ക് ആ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്, ആ ചേച്ചിയാണ് എന്നെ ആശ്വസിപ്പിച്ചത്, എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു തന്നത്, എനിക്ക് ഒത്തിരി ഇഷ്ടം ആ ചേച്ചി എന്ന് പറയുമ്പം അവർ പറയും, ആ ഇഷ്ടം അവൾ മുതലെടുക്കും, അതാ പറഞ്ഞത്, നിനക്കെന്താ മനസ്സിലാകിയല്ലേ കഴുതേ എന്നൊക്കെ ചോദിക്കൂട്ടോ. എന്നിട്ട് പറയുവാണ്, ഇനി അവൾ വന്നിട്ടുണ്ടെങ്കിൽ അടുപ്പിച്ചേക്കരുത് എന്ന് പറഞ്ഞത് നിനക്ക് വേണ്ടിയാണ് എന്ന്. അന്നേരം ശരണ്യ പറയുന്നുണ്ട്, അതിന് ഞാൻ ലീന ചേച്ചിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞല്ലോ എന്ന്. അന്നേരം എന്ത് സത്യമാണ് എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, ആ ചേച്ചിയുടെ വീട്ടിലെ ആ ചേട്ടനെ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, കൂട്ടുകാരെല്ലാം കൂടി പിടിച്ചു വലിച്ചാണ് എൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നതും എൻ്റെ മേത്തേക്ക് തള്ളിയിട്ടതും, എന്നിട്ടും ആ ചേട്ടനെ എന്നെ തൊടുപോലും ചെയ്തില്ല. അന്നേരം ഒരുപാട് അടിച്ചു ആ ചേട്ടനെ, എന്നിട്ട് അവിടുത്തെ ബാത്റൂമിലിട്ട് അടയ്ക്കുകയാണ് ചെയ്തത്, പിന്നെയും കുറേ നേരം കഴിഞ്ഞ് ഇറക്കി വിട്ടതെന്നൊക്കെ പറയുമ്പം അതൊക്കെ സത്യമായിരിക്കും, പക്ഷേ ചില സത്യങ്ങൾ കുഴിച്ചു മൂടാനുള്ളതാണ്, അതുകൊണ്ട് ഇനി മേലാൽ ഈ കാര്യം വിളിച്ചു പറഞ്ഞേക്കരുത്, അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസിൻ്റെ ബലം കുറയും, നിനക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടത്തില്ല, അത് മാത്രമല്ല ഇത് വിളിച്ചു പറയുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല, കുറേ പഴി കേൾക്കേണ്ടിയും വരും, അതുകൊണ്ട് നീ ഇനി ആരോട് പറഞ്ഞാലും അവൻ്റെ എങ്ങനെ പേര് കൂട്ടി പറഞ്ഞാൽ മതി എന്ന് പറയുമ്പം ഞാൻ സത്യമല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം സത്യം പറയാം, നീ ആരാടി സത്യവതിയോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മോശയുടെ സ്വഭാവം ആ പെണ്ണുമ്പിള്ളയുടെ കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ആകെ വിഷമാവും ശരണ്യയ്ക്ക്. അന്നേരം ശരണ്യോട് പറയുന്നുണ്ട്, നീ ഇനി ആ സത്യം ആരോടും വിളിച്ച് പറഞ്ഞേക്കരുത്, അത് കുഴിച്ചു മൂടി, എന്തിനു വേണ്ടിയാണെന്നറിയാലോ, നിനക്ക് വേണ്ടിയാണ്. അവൻ്റെ അച്ഛൻ വലിയ ബൂർഷയാണ്, അയാൾക്ക് സ്വർണ്ണക്കടയും അതുപോലെ ടെക്സ്റ്റൈൽസും ഇരുമ്പ് കടയും ഒക്കെ ഉണ്ട്, അത് പാവങ്ങളുടെ തൊഴിലാളികളുടെ കണ്ണീരുകൊണ്ട് കെട്ടിപ്പടുത്തതാണ്, അവർക്ക് അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ കിട്ടിയ ഒരു ആയുധമാണ് ഇത്, അയാളെ തിരിച്ചടിക്കാൻ കിട്ടിയ ഒരു ആയുധമാണ് ഈ കേസ്, അത് നമുക്ക് വിട്ടുകളയരുതെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രസംഗിച്ചിട്ട് അവരങ്ങ് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു കൺഫ്യൂഷനിലേക്ക് എത്തുവാണ് ശരണ്യ. പിന്നെ കാണിക്കുന്ന ഗോവർദ്ധൻ ബാലേന്ദ്രനെ കാണാനായിട്ട് വരുവാണ്. കോളിമ്പലടിക്കുമ്പോൾ വന്ന അലീന വാതിൽ ഓർക്കുന്നത്. അന്നേരം ബാലേട്ടൻ വരാൻ പറഞ്ഞു, ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അച്ഛൻ മുകളിലുണ്ട്, കേസിൻ്റെ കാര്യം സംസാരിക്കാനായിരിക്കും എന്ന് പറയും. ഞാൻ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഗോവർദ്ധൻ നേരെ ബാലേന്ദ്രൻ്റെ റൂമിലോട്ട് വരുന്നു. അവിടെ വന്നു കഴിയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എടോ തന്നോട് ഞാൻ വരാൻ പറഞ്ഞത് കേസിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, രോഹി ശരിക്കും ആ പെൺകുട്ടിയോ ഒന്നും ചെയ്തിട്ടില്ല, അവൻ ഈ കേസിൽ നിരപരാധിയാണ് എന്ന് പറയുമ്പം ഗോവർദ്ധൻ ചോദിക്കും, പിന്നെ എന്തിനാ അവൾ രോഹിയുടെ പേരൂടെ വിളിച്ച് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അപ്പം ആ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞതാണ്, പോലീസുകാരൂടെ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട്, അവരൊക്കെ നിർബന്ധിച്ചിട്ട് കൂടിയാണ് അവൾ രോഹിയുടെ പേരൂടെ പറഞ്ഞത്, അവൻ ഇതിൻ്റെ അകത്ത് പെടുത്തിയതാണ് എന്ന് പറയുമ്പം നമുക്കിത് പുറത്ത് കൊണ്ടുവരണ്ടേ, അവനെ രക്ഷിക്കണ്ടേ എന്നൊക്കെ പറയുവാണേ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേണം, അവളിപ്പോൾ ഈ കാര്യം അലീനയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇനിയാണെങ്കിലും അത് വേറെ ആരോടെങ്കിലും പറയാൻ തയ്യാറാകുമോ എന്ന് നമുക്കറിയത്തില്ല, ശരിക്കും ഈ കാര്യങ്ങൾ അവൾ എല്ലാവരോടും തുറന്നു പറയണം, പോലീസിനോടും
മീഡിയാസിനോടും ഒക്കെ വിളിച്ച് പറയുവാണ് ചെയ്യേണ്ടത്. കാരണം ഒരാഴ്ച കാലത്തോളം ഇവരെല്ലാവരും ഇതെടുത്തിട്ട് ആഘോഷിച്ചതാണ്. അന്നേരം സത്യം പുറത്ത് വരണമായിരുന്നു എന്നൊക്കെ പറയുമ്പം അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയും എന്താ ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ആലോചിക്കാനാണ് തന്നോടുകൂടി വരാൻ പറഞ്ഞത് എന്ന് പറയുവേ. അന്നേരം ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട് അലീന എന്താണ് പറയുന്നത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും അലീന പറയുന്നത് നമ്മൾ ഇതിനകത്തൊന്നും ചെയ്യണ്ട എന്നാണ് പറയുന്നത് എന്ന് പറയുവാണ്. അന്നേരം ഗോവർദ്ധൻ പറയും വേണ്ട, അങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ ഇത് വലിയ പ്രശ്നമാക്കണം, അവളുടെ വീട്ടിൽ ചെന്ന് അവളുടെ വീട്ടുകാരോട് പറയണം, സത്യം തുറന്ന് പറയണം, ഒരു ചെറുക്കൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്ന് പറയണം, അതുപോലെ അവർക്ക് പ്രഷർ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇത് വലിയ പ്രശ്നമാക്കണം എന്നൊക്കെ പറയുമ്പം ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുവാണ് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് അവരവിടെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ കുറേ നേരം ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോഴായിരിക്കും ഗോവർദ്ധൻ പറയുന്നുണ്ട് എങ്കിൽ അലീന പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ അല്ലേ, അതാലേ നല്ലത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയും മനുവും കൂടി സംസാരിക്കുന്നതും കാണിക്കുന്നുണ്ട്. മനുവും ഇതേ കാര്യമാണ് പറയുന്നത് എന്ന് തോന്നുന്നു. രണ്ടുപേരോട് മനുവും അലീനയും കൂടെ പോയി സംസാരിക്കുക എന്നുള്ള രീതിയിൽ പറയുമ്പം അലീന പറയുന്നുണ്ട് നമ്മൾ 2 പ്രതികളുടെ വീട്ടിൽ നിന്നും വരുന്നവരാണ്, അപ്പോൾ നമ്മൾ 2 പേരും ഈ കേസിൽ നിന്ന് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ശരണ്യെ സ്വാധീനിക്കാൻ വേണ്ടി ചെന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും, അതുകൊണ്ട് അത് വേണ്ട എന്ന് അലീന മനുവിനോട് പറയുന്നുണ്ട്. പിന്നെ ബാലേന്ദ്രനെ കാണാൻ വക്കീൽ വന്നെന്ന് തോന്നുന്നു. അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോഴും അലീന പറയുന്നുണ്ട് ഇതെല്ലാം പുറത്ത് കൊണ്ടുവരണം, പക്ഷേ നമ്മൾ അങ്ങോട്ട് കൂടുതൽ പ്രഷർ ചൊലുത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടന്നിട്ടില്ല എന്ന് ശരണ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും എന്ന് പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് നമുക്ക് 2 മാർഗ്ഗങ്ങളെ ഇതിനു മുന്നിലുള്ളൂ, അത് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് കാണിക്കുന്നില്ല. ഏതായാലും ഇതൊക്കെയായിരുന്നു പ്രൊമോ.